ബിഗ് ബോസ് മലയാളം സീസൺ 8നായി കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ വലിയൊരു അപ്ഡേറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ തവണത്തെ ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസിൻ്റെ സെലക്ഷൻ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത്. അഗ്നിപരീക്ഷ എന്ന പേരിൽ നടക്കുന്ന സെക്ഷൻ പ്രോസസ്സാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അതേസമയം കഴിഞ്ഞ സീസണുകളിലെ പോലെ ചില ഫെമിലിയർ ഫേസസും ഈ പുതിയ ഫേസിൻ്റെ ഭാഗമാകുമെന്ന തരത്തിലുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സീസൺ 8ൽ ആരൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ സീസൺ 8ൽ ആരൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യത, ആരൊക്കെയാണ് ഒഫീഷ്യലി കൺഫേം ആയത്, റൂമറുകളും ഒഫീഷ്യൽ അപ്ഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം നമുക്ക് വിശദമായി നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 8നെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഇപ്പോൾ മെയിൻ ബിഗ് ബോസ് സീസൺ 8 അവേഴ്സ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പകരം സാധാരണക്കാരായ കണ്ടസ്റ്റൻസിനെ കണ്ടെത്താനുള്ള അഗ്നിപരീക്ഷ എന്ന സെലക്ഷൻ പ്രോഗ്രാമാണ് മുന്നോട്ട് പോകുന്നത്. ഈ പുതിയ ഫോർമാറ്റാണ് ഇത്തവണത്തെ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. എന്താണ് അഗ്നിപരീക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ സീസണുകളിൽ കോമണർ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിരുന്നു. എന്നാൽ സീസൺ 8ൽ ഒരു പുതിയ പരീക്ഷണമാണ് ബിഗ് ബോസ് ടീം അവതരിപ്പിക്കുന്നത്. അഗ്നിപരീക്ഷ എന്ന പ്രത്യേക സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് സാധാരണക്കാരിൽ നിന്ന് കണ്ടസ്റ്റൻസിനെ കണ്ടെത്തുന്നത്. ഇവിടെ അപ്ലിക്കൻസ് ടാസ്ക്, പെർഫോമൻസ്, കമ്മ്യൂണിക്കേഷൻസ്, പേഴ്സണാലിറ്റി തുടങ്ങിയ വിവിധ കാര്യങ്ങളിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടി വരും. റിപ്പോർട്ട്സ് പ്രകാരം വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിവിധ റൗണ്ടിലൂടെ മുന്നോട്ട് പോകുന്ന രീതിയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ ഈ തവണ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്ന കോമണർ കണ്ടസ്റ്റൻസിന് തുടക്കം മുതൽ തന്നെ ഒരു കോമ്പറ്റീഷൻ കടന്നു വരേണ്ടി വരും. ഇനി നമുക്ക് ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഓഗസ്റ്റ് 7 പുറത്തു വന്ന അഗ്നിപരീക്ഷ ടീസറാണ് ഇപ്പോഴത്തെ പ്രധാന ഹൈലൈറ്റ്. ഈ ടീസറിൽ മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ റിട്ടേൺ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പഴയ കണ്ടസ്റ്റൻസിൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ കണ്ടസ്റ്റൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആരൊക്കെയാണ് ഒഫീഷ്യൽ ജഡ്ജസ്, മെൻറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് റോൾസിൽ എത്തുന്നത് എന്ന കാര്യത്തിൽ എല്ലാ പേരുകളും ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഓരോ പേരും കൺഫേം കണ്ടസ്റ്റൻസ് ആണെന്ന് കരുതരുത്. ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികൾ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ബിഗ് ബോസിൻ്റെ പഴയ കണ്ടസ്റ്റൻസിന് ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു റോൾ ലഭിച്ചാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ബിഗ് ബോസ് ഹൗസിൻ്റെ പ്രഷർ എന്താണെന്ന് അവർക്ക് നേരിട്ട് അറിയാം. ഗെയിം സ്ട്രാറ്റജി, നോമിനേഷൻ, ടാസ്ക് പെർഫോമൻസസ്, ഹൗസ് ഡൈനാമിക്സ്, ഓഡിയൻസ് റിയാക്ഷൻ ഇതെല്ലാം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ് മുൻ കണ്ടസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ പുതിയ ആപ്ലിക്കൻസിൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നതിൽ അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാകും. എന്നാൽ ഇവർ സീസൺ 8ലെ കണ്ടസ്റ്റൻസ് ആണെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല. ഇത് സെലക്ഷൻ ഫേസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ മാത്രമാണ്. ഇനി ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ള കാര്യം സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെ എന്നതാണ്. ഇവിടെയാണ് സോഷ്യൽ മീഡിയ റൂമേഴ്സ് തുടങ്ങുന്നത്. ഓരോ ദിവസവും പല പേരുകളും ബിഗ് ബോസ് സീസൺ 8ലേക്ക് വരുമെന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ആക്ടേഴ്സ്, സീരിയൽ ആർട്ടിസ്റ്റ്, ഇൻഫ്ലുവൻസേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റീസ് തുടങ്ങിയ പല മേഖലകളിൽ നിന്നുള്ള പേരുകളാണ് റൂമേഴ്സിൽ വരുന്നത്. പക്ഷേ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നതുവരെ ഇവയെല്ലാം റൂമേഴ്സ് അല്ലെങ്കിൽ അൺകൺഫേംഡ് റിപ്പോർട്ടേഴ്സായി മാത്രമേ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് സെലിബ്രിറ്റിയുടെ പേര് സോഷ്യൽ മീഡിയ ലിസ്റ്റിൽ കണ്ടാൽ ഉടനെ തന്നെ കൺഫേംഡ് കണ്ടസ്റ്റൻസ് എന്ന് വിശ്വസിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 8 മറ്റുള്ള സീസണുകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാകുന്നതെന്ന് നമുക്ക് നോക്കാം. സീസൺ 8ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഈ സെലക്ഷൻ ഫോർമാറ്റാണ്. പ്രേക്ഷകർക്ക് മെയിൻ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൊട്ടൻഷ്യൽ കണ്ടസ്റ്റൻസിൻ്റെ പേഴ്സണാലിറ്റി കാണാൻ സാധിക്കും. ആരാണ് ടാസ്കിൽ മികച്ചത്, ആരാണ് സംസാരിക്കാൻ കഴിവുള്ളത്, ആരാണ് പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത്, ആരാണ് ലീഡർഷിപ്പ് കാണിക്കുന്നത്, ആരാണ് ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് അവസരം ലഭിക്കും. അതുകൊണ്ട് മെയിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചില കണ്ടസ്റ്റൻസിന് വലിയ ഫാൻ ബേസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8ൻ്റെ മെയിൻ ഷോ സെപ്റ്റംബർ 2026 ആരംഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് പറയുന്നത്. എന്നാൽ എക്സാക്ട് പ്രീമിയർ ഡേറ്റ് സംബന്ധിച്ച് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ലെങ്കിൽ അത് ഉറപ്പായി പറയേണ്ടതില്ല. മെയിൻ
സീസൺ ആരംഭിക്കുമ്പോൾ സെലിബ്രിറ്റി കണ്ടസ്റ്റൻസും അഗ്നിപരീക്ഷ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന കോമണർ കണ്ടസ്റ്റൻസും ഒരുമിച്ച് വരുന്നത് ഈ സീസണിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് കോമ്പിനേഷൻ തന്നെയായിരിക്കും സീസൺ 8ൻ്റെ വലിയ അട്രാക്ഷൻ. അപ്പോൾ ചുരുക്കത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8ൻ്റെ കണ്ടസ്റ്റൻറ്റ് സെലക്ഷൻ ഇത്തവണ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത്. അഗ്നിപരീക്ഷ വഴി കോമണർ കണ്ടസ്റ്റൻസിനെ കണ്ടെത്തുന്ന പുതിയ ഫോർമാറ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മുൻ കണ്ടസ്റ്റൻസിൻ്റെ റിട്ടേൺ സംബന്ധിച്ച ടീസർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാ പേരുകളും ഒഫീഷ്യൽ കണ്ടസ്റ്റൻസായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നതുവരെ റൂമേഴ്സായി തന്നെ കാണുക. ബിഗ് ബോസ് സീസൺ 8ൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റി ആരാണ്? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള ബിഗ് ബോസ് മലയാളം അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.